So hi, once again welcome back to mFavor Learning App. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും അറിയാം, മലയാള സാഹിത്യം. ഈ ഒരു ഭാഗത്ത് നിന്നും ഉറപ്പായും നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? മലയാള ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് ഒന്നോ അതിൽ കൂടുതലോ കുറഞ്ഞത് 1 മാർക്ക്, ഒരു ചോദ്യം, 2 ചോദ്യങ്ങളൊക്കെ മലയാള സാഹിത്യത്തിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറിയാൽ 2, കുറഞ്ഞത് 1 മാർക്ക് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ക്ലാസിന്റെ നോട്ട് പൂർണ്ണമായിട്ടും mFavor കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. mFavor ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ കൃതികളും കർത്താക്കളുമാണ്. അപ്പൊ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യ കൃതി, കർത്താവ് ആര് എന്നുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരള PSCയുടെ SCERT പാഠപുസ്തകം 5 to 10 വരെയുള്ള SCERT പാഠപുസ്തകം, അതിൽ പരാമർശിച്ചിരിക്കുന്ന ചില പ്രധാന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു സെഷനിൽ നിന്നും കിട്ടും. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. മലയാളത്തിലെ ആദ്യ കാവ്യം. മലയാളത്തിലെ ആദ്യ കാവ്യം എന്താണ്? കാവ്യം എന്ന് പറഞ്ഞാൽ കവിയുടെ രചനയാണ് കാവ്യം എന്ന് പറയുന്നത്. ഒരു കവിയുടെ രചന. അപ്പൊ മലയാളത്തിലെ ആദ്യ കാവ്യം എന്ന് പറയുന്നത് രാമചരിതം. എഴുതിയിരിക്കുന്നതോ ശ്രീരാമ കവി. അപ്പോൾ ചോദ്യം വളരെ സ്പഷ്ടമാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതം. എന്താണ് കാവ്യം? കവിയുടെ രചന അല്ലെ? കവിയുടെ രചന. അങ്ങനെ വരുമ്പോ മലയാളത്തിലെ ആദ്യ കവി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവ് നമുക്ക് എന്ത് കൊടുക്കാം? ശ്രീരാമ കവി എന്നുള്ളത് കൊടുക്കണം. അപ്പോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ SCERT പാഠപുസ്തകത്തിലും മുൻകാല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ. ശ്രദ്ധിക്കണം, മലയാളത്തിലെ ആദ്യ കാവ്യം കവിയുടെ രചന അല്ലെ? രാമചരിതം. എഴുതിയിരിക്കുന്നത് ശ്രീരാമ കവി. അതുകൊണ്ട് മലയാളത്തിലെ ആദ്യ കവി ശ്രീരാമ കവി. അപ്പോൾ ആകെ മൊത്തം 164 അധ്യായങ്ങൾ അഥവാ പടലങ്ങളാണ് ശ്രീരാമ കവിയുടെ രാമചരിതത്തിൽ ഉള്ളത്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളത് PSC ചോദ്യം. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ശ്രീരാമ കവി. കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് പാട്ടിന്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ കൃതി അത് രാമചരിതമാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ആധുനിക മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എഴുത്തച്ഛന് മുന്നേ ഈ പറയുന്ന നിലവിലുണ്ടായിരുന്ന സാഹിത്യ പ്രസ്ഥാനം, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് പാട്ടുപ്രസ്ഥാനവും മണിപ്രവാളവും. പാട്ടുപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന്റെ രീതിയിൽ കൃതി എഴുതപ്പെടുക എന്നുള്ളതാണ് പാട്ടുപ്രസ്ഥാനം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണെങ്കിലോ മലയാളവും തമിഴുമാണ്. പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം പിന്നീട് മലയാളത്തിൽ പൊട്ടിമുളച്ച ഒരു പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. മണിപ്രവാള പ്രസ്ഥാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളവും സംസ്കൃതവുമാണ്. ഓക്കെ, അപ്പോ രാമചരിതത്തിന് ആദ്യമായി വ്യാഖ്യാനം നൽകിയ പണ്ഡിതൻ, അതിനൊരു വ്യാഖ്യാനം നൽകിയ പണ്ഡിതൻ എന്ന് പറയുന്നത് ഉള്ളൂരാണ്. ഉള്ളൂർ PSC ചോദ്യമാണ്. 2010 മുന്നേ PSC LDC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യ കാവ്യമായ രാമചരിതത്തിന് വ്യാഖ്യാനം നൽകിയ പണ്ഡിതൻ അത് ഉള്ളൂരാണ്. അപ്പോ എഴുത്തച്ഛനാണ് ആധുനിക മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് പാട്ടുപ്രസ്ഥാനം, മറ്റൊന്ന് മണിപ്രവാള പ്രസ്ഥാനം. പാട്ടുപ്രസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് മലയാളവും തമിഴും കലർന്ന ഒരു മിശ്രിത രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ മണിപ്രവാളത്തിൽ മലയാളവും സംസ്കൃതവും ചേർന്ന ഒരു മിശ്രിത രീതിയാണ് മണിപ്രവാളത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം മലയാളത്തിലേക്ക് കടന്നുകൂടിയ സാഹിത്യ പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. അതിനുശേഷമാണ് ഇന്നീ കാണുന്ന ആധുനിക തരത്തിലുള്ള സാഹിത്യത്തിന് തുടക്കം കുറിക്കുന്നത് മലയാളത്തിലാണ്.
മണിപ്രവാളം എന്ന വാക്കിനർത്ഥം എന്താണെന്ന് നോക്കാം. മണി എന്ന വാക്കിനർത്ഥം മുത്തെന്നും പ്രവാളം എന്ന വാക്കിനർത്ഥം പവിഴവും ചേർത്ത് മണിപ്രവാളം എന്നാൽ മുത്തും പവിഴവും. ഇനി മണിപ്രവാളത്തിന്റെ ആവിർഭവത്തിന് വികാസത്തിനും വഴിയൊരുക്കിയ രണ്ട് ക്ഷേത്ര കലാരൂപങ്ങൾ PSC ചോദ്യമാണ്. നമ്മളത് കേരള ആർട്സ് ആൻഡ് കൾച്ചറിലാണല്ലോ നമ്മൾ ശരിക്കും സാഹിത്യവും കലയും ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വികാസത്തിന് ഏറ്റവും കൂടുതൽ വഴിയൊരുക്കിയ രണ്ട് പ്രധാന ക്ഷേത്രാനുഷ്ഠാന കലകൾ കൂടിയാണ് എന്ത്? കൂത്ത്, കൂടിയാട്ടം. ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ കാവ്യം ഏതെന്ന് ചോദിച്ചാൽ അത് വൈശിക തന്ത്രമാണ്. വൈശിക തന്ത്രം എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ളത് ഒരു കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് നമുക്കവിടെ വൈശിക തന്ത്രം എഴുതിയത് ആരാണെന്നുള്ളത് ചരിത്രകാരന്മാർക്ക് പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. ആദ്യ ചോദ്യം മലയാളത്തിലെ ആദ്യ കാവ്യം അല്ലെ, രാമചരിതം അല്ലെ. അതിൽ തന്നെ ഇത് ഒരു ചോദ്യമായിട്ട് അതേപടി വന്നിട്ടുണ്ട്. കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് പാട്ടിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ പാട്ടുപ്രസ്ഥാനത്തിന്റെ ആദ്യകാല ആവിർഭാവമാണ് എന്തെന്ന് പറയുന്നത്? രാമചരിതം എന്ന് പറയുന്നത്. രാമചരിതം. ഓക്കെ, അപ്പോ ഈ പറയുന്ന പാട്ടുപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മലയാളവും തമിഴും ചേർന്നത്. മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മലയാളവും സംസ്കൃതവും ചേർന്നത്. കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാവ്യം ഏതെന്ന് ചോദിച്ചാൽ വൈശിക തന്ത്രം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കിയ രണ്ട് കലാരൂപങ്ങൾ അല്ലെ, കൂത്ത്, കൂടിയാട്ടം. ഇവിടെ വെച്ച് തന്നെ പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി, അതായത് നമ്മുടെ പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം നിലവിൽ വന്നതാണല്ലോ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനം. ആ മണിപ്രവാള പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി രൂപപ്പെട്ട ഒരു തരത്തിൽ ഒരു രീതിയിലുള്ള കൃതിയാണ് ചമ്പുകൃതി എന്ന് പറയുന്നത്. അതായത് സംസ്കൃത ഭാഷയുടെ അതിപ്രസരം കാണാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൃതി, അതാണ് ചമ്പുകൃതി. അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകൃതി എന്ന് പറയുന്നത് ഉണ്ണിയച്ചി ചരിതമാണ്. ഉണ്ണിയച്ചി ചരിതം എഴുതിയിരിക്കുന്നത് തേവൻ ചിരികുമാരൻ അല്ലെങ്കിൽ ദേവൻ ശ്രീകുമാരൻ എന്നും ഇദ്ദേഹത്തിന്റെ പേര് പലയിടങ്ങളിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഓക്കെ, തേവൻ ചിരികുമാരൻ അല്ലെങ്കിൽ ദേവൻ ശ്രീകുമാരൻ. അപ്പൊ എന്താണ് ചമ്പുകൃതി എന്നുള്ളത് നോക്കാം. ഗദ്യവും പദ്യവും. ഗദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എസ്സേ ആണ് ഉദ്ദേശിക്കുന്നത്. ഗദ്യവും പദ്യവും ചേർന്നുള്ള കാവ്യരൂപമാണ് ചമ്പുകൃതി. സംസ്കൃതത്തിൽ ആവിർഭവിച്ച് മലയാളത്തിലും മറ്റ് ഭാഷകളിലും പ്രചാരം നേടിയ കാവ്യരൂപം. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ സംസ്കൃതം മലയാള ഭാഷയോട് ചേർന്ന് വരുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് കൃതിയാണ് ചമ്പുകൃതി. ഏത് കലാരൂപത്തിന് വേണ്ടിയാണ് ആദ്യകാല ചമ്പുക്കൾ രചിച്ചിരുന്നത്? അത് ചാക്യാർ കൂത്ത്. കേരള PSC ചോദ്യമല്ല, ഇത് PSC ബുള്ളറ്റിനുള്ളതാണ്. ഇനി മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ കണ്ടോ. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ അല്ലെങ്കിൽ പ്രാചീന മലയാള ചമ്പുക്കൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്മളിപ്പോൾ പഠിച്ച ഉണ്ണിയച്ചി ചരിതം, ഇനി ഉണ്ണിച്ചിരി തേവി ചരിതം, അതുപോലെ ഉണ്ണിയാടി ചരിതം. അപ്പൊ ഇത്രയും ഈ പറയുന്ന ഉണ്ണി വെച്ച് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? മലയാളത്തിലെ തന്നെ പ്രാചീന കാലഘട്ടത്തിലെ മണിപ്രവാള സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന ചമ്പുകൃതികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ഉണ്ണിയച്ചി ചരിതം, അതുപോലെ ഉണ്ണിച്ചിരിതേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഓക്കെ, ഉണ്ണി വെച്ചുള്ള പേര് ഓർത്തിരിക്കണം. കേരളത്തിലെ പ്രാചീനമായതും ഏറ്റവും വലുതുമായ ചമ്പുകൃതി. എന്നാൽ ഏറ്റവും വലിയ ചമ്പുകൃതി ഏതെന്ന് ചോദിച്ചാൽ രാമായണം ചമ്പുവാണ്. എഴുതിയിരിക്കുന്നത് പൂനം നമ്പൂതിരി. അദ്ദേഹമാണ് അരക്കവി എന്നറിയപ്പെടുന്നത്. കേരള PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരി. അദ്ദേഹം എഴുതിയ ചമ്പുകൃതി എന്ന് പറയുന്നത് രാമായണം ചമ്പുവാണ്. രാമായണ കാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ഇനി സന്താന ഗോപാലം ചമ്പു, രാജസൂയം ചമ്പു, കുചേലവൃത്തം ചമ്പു എന്നിവ എഴുതിയിരിക്കുന്നത് SCRT പാഠപുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണൻ നമ്പൂതിരി. ഏതൊക്കെയാണ്? സന്താന ഗോപാലം ചമ്പു, രാജസൂയം ചമ്പു, കുചേലവൃത്തം ചമ്പു. ഇത് SCRT പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണൻ നമ്പൂതിരി. ഇനി നമ്മുടെ മൈസൂരിൽ നിന്നും
അല്ലെ മലബാറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാലിയുടെ പട വരുന്നതുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു ചമ്പു കൃതിയാണ് ഹൈദർ നായ്ക്കൻ. അത് എഴുതിയിരിക്കുന്നത് സർദാർ KM പണിക്കർ. ഇനി നൈഷധം ചമ്പു രചിച്ചിരിക്കുന്നത്, ഇതും SCERT പാഠപുസ്തകത്തിലുണ്ട്, മഴമംഗലം നമ്പൂതിരി. ഇനി സുജാതദ്വാഹം ചമ്പു രചിച്ചിരിക്കുന്നത് ഉള്ളൂരിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചു അല്ലെ. ഈ ചീരാമ കവിയുടെ രാമചരിതത്തിന് ആദ്യമായി വ്യാഖ്യാനം നൽകിയ പണ്ഡിതൻ കൂടിയാണ് ഉള്ളൂർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകൃതിയാണ് ഉണ്ണിയച്ചി ചരിതം അല്ലെ. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എന്താണ്, മണിപ്രവാള സാഹിത്യത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ചമ്പുകൃതികളിൽ ഒന്നാണ് അല്ലെ. ഇനി ഇത് എഴുതിയിരിക്കുന്നത് തേവൻ ചിരികുമാരൻ അഥവാ ദേവൻ ശ്രീകുമാരൻ. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ സംസ്കൃതത്തിന്റെ മിശ്രിതവും ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏത് കലാരൂപത്തിന് വേണ്ടിയിട്ടാണ് ചമ്പുകൃതികൾ രചിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ചാക്യാർ കൂത്ത്. ഇനി ഏതൊക്കെയാണ് പഴയകാല മണിപ്രവാള സാഹിത്യങ്ങൾ അല്ലെങ്കിൽ മണിപ്രവാള സാഹിത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചമ്പുകൃതികൾ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ണി വെച്ചുള്ള പേരാണ് അല്ലെ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരിദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇനി മലയാളത്തിലെ ഏറ്റവും വലിയ ചമ്പുകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് രാമായണ കാണ്ഡവുമായി ബന്ധപ്പെട്ട് രാമായണം ചമ്പു എഴുതിയിരിക്കുന്നത് പൂനം നമ്പൂതിരി അരക്കവി എന്നറിയപ്പെടുന്നു. ഇനി SCERT പാഠപുസ്തകത്തിലുള്ള മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരി എഴുതിയ ചമ്പുകൃതികളെ കുറിച്ചും സർദാർ KM പണിക്കർ ഹൈദരാലിയുടെ മൈസൂർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈദർ നായ്ക്കൻ അതിനെ വിശേഷിപ്പിച്ച് എഴുതിയ ചമ്പുകൃതി അത് സർദാർ KM പണിക്കർ. അതുപോലെ നൈഷധം ചമ്പു രചിച്ചിരിക്കുന്നത് മഴമംഗലം നമ്പൂതിരി. ദെൻ സുജാതദോഹം ചമ്പു രചിച്ചിരിക്കുന്നത് ഉള്ളൂർ. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ കാവ്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു, ഏത്, രാമചരിതം. ഓക്കെ, അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ പാഠ്യപ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി. മലയാളവും തമിഴും കൂടെ ഇടകലർന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം, അതിനുശേഷം മലയാളവും സംസ്കൃതവും ചേർന്ന് ഇടകലർന്ന മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ചു. മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെ ഏറ്റവും പ്രധാനമായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് കൃതിയാണ് ചമ്പുകൃതി അല്ലെ. സംസ്കൃതത്തിന്റെ ഭയങ്കരമായ ഒരു അതിപ്രസരം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോ അവിടെ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. ഇനി മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യം, ഇത് കേരള PSC ചോദ്യമാണ്. ഉണ്ണുനീലി സന്ദേശം, ഇതാരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു അറിവും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതവിടെ അങ്ങനെ തന്നെ നിൽക്കും. പദ്യസാഹിത്യത്തിലെ ഒരു വിഭാഗമാണ് സന്ദേശകാവ്യം. പരസ്പരം പിരിഞ്ഞിരിക്കുന്ന നായികന്മാരിൽ ഒരാൾ ദൂതൻ വഴി തന്റെ സന്ദേശം മറ്റൊരാൾക്ക് എത്തിക്കുകയാണ് സന്ദേശകാവ്യങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചു ഉത്തരം ഉണ്ണിനീലി സന്ദേശം എന്ന് തന്നെയായിരുന്നു. ഓക്കെ, പ്രാചീന മണിപ്രവാള സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സന്ദേശകാവ്യമാണ്. അപ്പോൾ ഉണ്ണിനീലി സന്ദേശത്തിലും ഏതൊക്കെ ഭാഷകൾ ഇടകലർന്നിട്ടുണ്ട്? ഇതും ഒരു സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചമ്പുകൃതികൾ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ദേശകാവ്യങ്ങൾ, എന്താണ് സന്ദേശകാവ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി അത്തരത്തിൽ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ആദ്യകാല സന്ദേശകാവ്യം കൂടിയാണ് ഉണ്ണിനീലി സന്ദേശം. എന്നാൽ നമ്മുടെ ഈ ഭാരതത്തില് ഈ സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാകവി എന്ന് പറയുന്നത് കാളിദാസനാണ്. കാളിദാസൻ സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് തന്നെ കാളിദാസനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സന്ദേശകാവ്യം മേഘസന്ദേശം. ഇനി ഇത് കേരള PSC ചോദ്യമാണ്. ഈ ലേറ്റസ്റ്റ് നമ്മുടെ PSC ബുള്ളറ്റിനിലും വന്നിട്ടുണ്ട്. സന്ദേശം അതൊന്നേ ഉള്ളൂ, മേഘസന്ദേശം എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം, എഴുത്തുകാരനാണ് ജോസഫ് മുണ്ടശ്ശേരി. ആധുനിക മണിപ്രവാളത്തിലെ സന്ദേശകാവ്യങ്ങളിൽ ആദ്യത്തേത് എന്ന് കരുതപ്പെടുന്ന ബൃംഗസന്ദേശം എഴുതിയത്, ബൃംഗസന്ദേശം അത് ആധുനിക മണിപ്രവാളം
ഓക്കെ, പ്രാചീന മണിപ്രവാളത്തിൽ സംസ്കൃത ഭാഷയുടെ അതിപ്രസരമാണെങ്കിൽ ആധുനിക മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ സംസ്കൃതത്തിനോടൊപ്പം തന്നെ മുട്ടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ 50-50 എന്നുള്ള രീതിയിൽ മലയാളത്തിന്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ അത് മലയാളത്തിൻ്റെത് മാത്രമായിട്ട് വന്നപ്പോഴേക്കും അത് ആധുനിക മലയാള സാഹിത്യം എന്ന് പറയും. അപ്പൊ എഴുത്തച്ഛനൊക്കെ എഴുതിയത് പൂർണ്ണമായിട്ടും മലയാളത്തിലാണ്. സംസ്കൃതം, തമിഴ് അതിന്റെ ഒന്നും ഒരു ഇടകലർത്തലും ഇല്ലാതെ പൂർണ്ണമായിട്ടും അല്ലെ അത് മലയാളമായിട്ട് മാറിയപ്പോഴാണ് ഈ പറയുന്ന മണിപ്രവാള സാഹിത്യത്തിന് ശേഷം ആധുനിക മലയാള സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആധുനിക മലയാളം സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ്. 1895 കേരള PSC ചോദ്യം, കേരളവർമ്മ കോയിത്തമ്പുരാൻ എഴുതിയ സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. മയൂര സന്ദേശം വർഷം ഉൾപ്പെടെ ഇമ്പോർട്ടന്റ് ആണ്. 1895 കേരള വലിയ കോയിത്തമ്പുരാൻ എഴുതിയ സന്ദേശ കാവ്യം മയൂര സന്ദേശം. ഇനി SCERT പാഠപുസ്തകത്തിൽ അതായത് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല പാഠപുസ്തകങ്ങളിലായിട്ട് അങ്ങും ഇങ്ങും ചിതറിക്കിടക്കും. റാണി സന്ദേശം സന്ദേശകാവ്യങ്ങളാണ്. റാണി സന്ദേശം നവോത്ഥാന നേതാവ് സഹോദരൻ അയ്യപ്പനാണ് എഴുതിയിരിക്കുന്നത്. മർക്കട സന്ദേശം മൂർക്കോത്ത് കുമാരൻ. മർക്കട സന്ദേശം അത് മറ്റൊരു നവോത്ഥാന നേതാവാണ്. കോകില സന്ദേശം എഴുതിയിരിക്കുന്നത് മുലൂർ S പത്മനാഭ പണിക്കർ. ഭൂപ സന്ദേശം സർദാർ KM പണിക്കർ. ഹൈദർ നായിക്കൻ എന്ന പേരിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു. ഹൈദർ നായിക്കൻ എന്ന പേരിൽ ചമ്പുകൃതി എഴുതിയ വ്യക്തിയാണ് സർദാർ KM പണിക്കർ. അദ്ദേഹം എഴുതിയ സന്ദേശകാവ്യം ഭൂപ സന്ദേശം. ഹംസ സന്ദേശം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ, ഇപ്പോ ഈ പറയുന്ന 5 കാര്യങ്ങളും SCERT പാഠപുസ്തകത്തിൽ ചിതറിക്കിടക്കുകയാണ്. അതാണ് ഇവിടെ കൊണ്ടുവന്ന് പാച്ചപ്പ് ചെയ്തിരിക്കുന്നത്. റാണി സന്ദേശം സഹോദരൻ അയ്യപ്പൻ, മർക്കട സന്ദേശം അതിൽ തന്നെയുണ്ട് മൂർക്കോത്ത് കുമാരൻ, കോകില അല്ലെ മൂലൂർ S പത്മനാഭ പണിക്കർ, ഭൂപ സന്ദേശം എന്ന സന്ദേശകാവ്യവും അതുപോലെ ഹൈദർ നായിക്കൻ എന്ന ചമ്പുകൃതി എഴുതിയിരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന KM പണിക്കറാണ്. ഹംസ സന്ദേശം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. പാഠ്യപ്രസ്ഥാനം, സാഹിത്യ പ്രസ്ഥാനം, അവിടെ നിന്നും പതുക്കെ സംസ്കൃതത്തിന്റെ ആ ഒരു അതിപ്രസരം കുറച്ചുകൊണ്ടുവന്ന് പൂർണ്ണമായും മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് ആധുനിക മലയാള സാഹിത്യം എന്നുള്ള രീതിയിലായി. അതിന് മുന്നേക്കെ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം നോക്കാം. ഒരേ ഒരു തവണ കേരള PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യം. സാധാരണ രീതിയിൽ സന്ദേശകാവ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ സംസ്കൃതവും മലയാളവും ഇടകലർന്നു വരും. എന്നാൽ പൂർണ്ണമായിട്ടും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട സന്ദേശകാവ്യം എന്ന ചോദ്യത്തിലുള്ള ഉത്തരമാണ് ശുഗസന്ദേശം എഴുതിയിരിക്കുന്നത് ലക്ഷ്മിദാസൻ. ഇനി മലയാളത്തിലെ ആദ്യ ഗദ്യ സമാഹാരം, ഗദ്യം എന്ന് പറഞ്ഞാൽ essay എന്നുള്ള രീതിയിലാണ് ഭാഷാ കൗട്ടില്യം അല്ലെ. ഇത് എഴുതിയിരിക്കുന്നത് ആരാണെന്നുള്ളത് ചരിത്രകാരന്മാർക്ക് അറിയില്ല. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഷാ കൗട്ടില്യം. ആധുനിക ഗദ്യത്തിന്റെ പിതാവ്, അതായത് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്ന് വേണം പറയാൻ. അത് കേരള PSC ചോദിച്ചിട്ടുണ്ട്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം എന്ന് പറയുന്നത് എന്താണ്? സമാഹാരം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എസ്സേസ്. ഗദ്യ സമാഹാരം ഭാഷാ കൗട്ടില്യം. അത് എന്തിനെ ബേസ് ചെയ്താണ്? കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രത്തിനെ ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പോ ഇത് എഴുതിയിരിക്കുന്നത് ഭാഷാ കൗട്ടില്യം എഴുതിയിരിക്കുന്നത് ഒരിക്കലും കേരളവർമ്മ കോയിത്തമ്പുരാൻ എന്ന് പറയരുത്. അത് ആരാണ് എഴുതിയതെന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നില്ല. എന്നാൽ ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പക്ഷെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഇനി ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം. കാവ്യങ്ങൾ പലതാണ്, നിങ്ങൾക്കറിയാം. മഹാകാവ്യമുണ്ട്, കണ്ഠകാവ്യമുണ്ട് അല്ലെ. കാവ്യങ്ങൾ പല രൂപങ്ങളിലാണ്. ചെറുകാവ്യങ്ങളുണ്ട്. അപ്പോ മഹാകാവ്യം ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ. എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരിയാണ്. അപ്പോൾ കേരള PSC പല ഘട്ടങ്ങളിലായിട്ട് പല പരീക്ഷകളിലും, ഇപ്പൊ LDC എന്നല്ല ഡിഗ്രി ലെവൽ കേരള PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളം. അപ്പോ ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃഷ്ണഗാഥ എന്ന് പറയാം. എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരി.
വള്ളത്തോൾ രചിച്ച മഹാകാവ്യം എന്ന് ചോദിച്ചാൽ ചിത്രയോഗം, ഉള്ളൂർ രചിച്ചിരിക്കുന്നത് ഉമാകേരളം. ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമുക്ത മഹാകാവ്യം, അതായത് ഇത്തരത്തിൽ ഒരു എന്താ പറയാ മഹാകാവ്യം എന്ന് പറയാം, ഇതിനെയാണ് യഥാർത്ഥത്തിൽ മഹാകാവ്യം എന്ന് പറയേണ്ടത് എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ്? AR രാജരാജവർമ്മ, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ. ഓക്കെ, അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്ര വിലാസം. കേരള PSC ചോദ്യമാണ്. എഴുതിയിരിക്കുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. മഹാകാവ്യം എന്ന പേരിന് അർഹിക്കുന്ന ഒരു കാവ്യം മലയാള ഭാഷയിൽ ആദ്യമായി ഉണ്ടായത് രാമചന്ദ്ര വിലാസമാണെന്ന് ഇതിന്റെ അവതാരികയിൽ, അതായത് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ, ഈ ഒരു പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ ആര് എഴുതിയിരിക്കുന്നു? കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ എഴുതിയിരിക്കുന്നു. അപ്പോ ആ രണ്ട് ചോദ്യങ്ങൾ നോക്കിയേ. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ, എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരി. ശേഷം നമ്മൾ ചിത്രയോഗം, വള്ളത്തോളിന്റെയും ഉമാകേരളം, ഉള്ളൂരിന്റെയും മഹാകാവ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം, ഇതാണ് മഹാകാവ്യം, ഇതായിരിക്കണം മഹാകാവ്യം, ഇങ്ങനെയാണ് ഒരു മഹാകാവ്യം ഇരിക്കേണ്ടത് എന്ന രീതിയിൽ ശുദ്ധ ലക്ഷണത്തോടു കൂടിയുള്ള മഹാകാവ്യം എന്ന് ചോദിച്ചാൽ അത് രാമചന്ദ്ര വിലാസം, എഴുതിയിരിക്കുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഇതിനെ ഇത്തരത്തിൽ ഒരു മഹാകാവ്യം, ഇതായിരിക്കണം മഹാകാവ്യം എന്ന് വിശേഷിപ്പിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മയാണ്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമാണ് ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം. അതായത് കിളിപ്പാട്ട് അതായത് കിളികളുടെ, അതായത് കിളി കഥ പറയുന്ന രീതിയിൽ, അല്ലെ, കവിയുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാവ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കിളിപ്പാട്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അദ്ദേഹം തന്നെയാണ് ആധുനിക മലയാള സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് എന്ന് പറയുന്നത് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, എഴുതിയിരിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആധ്യാത്മ രാമായണം, എഴുതിയിരിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ആധുനിക മലയാള സാഹിത്യത്തിന്റെ തുടക്കം കുറിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. രാമപുരത്ത് വാര്യറിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എന്താണ് രാമപുരത്ത് വാര്യറിനെ കുറിച്ച്? നമ്മൾ ട്രാവൻകൂർ കിണ്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ഹാജരായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ, അല്ലെ? മാർത്താണ്ഡവർമ്മയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ രാമപുരത്ത് വാര്യർ എഴുതിയ ഒരു വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വള്ളംകളിയുടെ താളത്തിൽ അതിൽ തന്നെയുണ്ട് വഞ്ചിപ്പാട്ട്, വഞ്ചിയിലെ പാട്ട്, അല്ലെ? അപ്പോ വള്ളംകളിയുടെ താളത്തിൽ രൂപപ്പെടുത്തി ഇരിക്കുന്നതിനാൽ വഞ്ചിപ്പാട്ടിനെ വള്ളപ്പാട്ടെന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ താഴെയുള്ള നോക്കേ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് വഞ്ചിപ്പാട്ട് എന്ന കാവ്യപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുകയാണ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്നാ പറഞ്ഞേ? എഴുത്തച്ഛൻ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നതോ അത് വന്നിട്ട് രാമപുരത്ത് വാര്യർ. ഇതെല്ലാം SCERT പാഠപുസ്തകത്തിൽ ചിതറിക്കിടക്കുകയാണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകം നോക്കിയാൽ മതിയാവും. ഇനി മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി. അപ്പൊ തുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, തുള്ളൽ, ഓട്ടം തുള്ളൽ, അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമ്മളിപ്പോ പഠിച്ചു. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്നത് പോലെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതായത് കുഞ്ചൻ നമ്പ്യാർ. അതായത് ഒരു നേരിയ ഇളക്കത്തോടു കൂടിയുള്ള, അല്ലെ, ഒരു നേരിയ ഇളക്കത്തോടു കൂടി വളരെ ഫലിതം നിറഞ്ഞ രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട്, അതും ഫലിത രൂപേണ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ ജനകീയ കവി എന്നുള്ള, അതായത് കേരളത്തിലെ ജനകീയ കവി എന്നുള്ള പേര് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാർ. സാധാരണക്കാരുടെ വാക്കുകളും ശൈലികളുമാണ് തുള്ളൽ കൃതികളിൽ ഏറെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികം, എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. രചനയുടെ പ്രത്യേകതയും അവതരണ രീതിയും മുഖം നോക്കാതെയുള്ള വിമർശനവും മറ്റ് കലകളിൽ നിന്ന് തുള്ളലിനെ ശ്രദ്ധേയമാക്കുന്നു. സമൂഹത്തിൽ മാറ്റേണ്ടതായ ചില ശീലങ്ങളെ നാട്ടുഭാഷയിൽ ഫലിതം കലർത്തി പറയുന്നതാണ് തുള്ളലിലെ വിമർശനം. ഇനി പല കാലങ്ങളിലായിട്ട് കേരള PSC ചോദിച്ചിട്ടുണ്ട് ഏത് തരത്തിൽ, അത് നമുക്ക് അത് ഇപ്പൊ കല്യാണ സൗഗന്ധികം തുള്ളൽ എന്ന് പറയുന്നത് 3 തരത്തിൽ തുള്ളലുകളുണ്ട്. ഒന്ന് ഓട്ടം തുള്ളൽ, 2 പറയൻ തുള്ളൽ, 3 ശീതങ്കൻ തുള്ളൽ. ഇതിൽ പറയുന്ന ഏത് തുള്ളൽ വിഭാഗത്തിനാണ് കല്യാണ സൗഗന്ധികം ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിനാണ്. ഓക്കെ, അപ്പോൾ ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ആ ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ആയ കല്യാണ സൗഗന്ധികം നിലകൊള്ളുന്നത്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടം തുള്ളലാണ് കേട്ടോ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടം തുള്ളലാണ്. തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ കേരള PSC ചോദ്യമായിട്ടുണ്ട്. മദ്ദളം, കുഴിത്താളം, ഇതെല്ലാം PSC ബുള്ളറ്റിനിൽ വരുന്നുണ്ട്. PSC ബുള്ളറ്റിൻ. ഓക്കെ, അപ്പോൾ മദ്ദളം, കുഴിത്താളം. കുഴിത്താളം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനമാണ്, താളത്തിനനുസരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മദ്ദളം, കുഴിതാളം. ഓക്കെ, ഇനി ക്ഷേത്രകലകളിൽ ജനകീയ നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് നിരോധനം ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഓക്കെ, നമ്മൾ കായംകുളത്ത് കായംകുളത്തിന്റെ ഇപ്പുറം എറണാകുളത്ത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. അമ്പലപ്പുഴ പാൽപായസം ഒക്കെ അവിടെ നിന്നാണ്. ഇനി കേരളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. കേരളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ബൈബിൾ കഥകളെ ആസ്പദമാക്കി ബൈബിൾ ചരിത ഓട്ടം തുള്ളൽ രചിച്ചിരിക്കുന്നത് CT ജോർജ് കാക്കനാട്. ഓക്കെ, ശ്രദ്ധിക്കണം. തുള്ളൽ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള തുള്ളലുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? 1 ഓട്ടം തുള്ളൽ, 2 പറയൻ തുള്ളൽ, 3 ശീതങ്കൻ തുള്ളൽ. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടം തുള്ളലാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാരാണ്, അല്ലെ? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയെ നിരോധിച്ച ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, ആലപ്പുഴ ജില്ല. ഓക്കെ, കേരളത്തിലെ ജനകീയ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ ബൈബിൾ കഥകളെ, ഇത് SCRT വരുന്നതാണ്, ബൈബിൾ കഥകളെ ആസ്പദമാക്കി ബൈബിൾ ചരിതം ഓട്ടം തുള്ളൽ എഴുതിയിരിക്കുന്നത് CT ജോർജ് കാക്കനാട്. ഇനി ഏറ്റവും ഞാൻ പറഞ്ഞു, കാവ്യം എന്ന് പറയുമ്പോൾ കാവ്യത്തെ നമുക്ക് പല രീതികളിൽ ക്ലാസിഫൈ ചെയ്യാം. മഹാകാവ്യമെന്നും അല്ലെങ്കിൽ ചെറുകാവ്യമെന്നും അതല്ലെങ്കിൽ ഖണ്ഡകാവ്യം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ വേർതിരിക്കാൻ സാധിക്കും. അത്തരത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യങ്ങൾക്കൊരു രീതിയുണ്ട്. അത് പാശ്ചാത്യ ലോകവുമായുള്ള കാവ്യബന്ധം മൂലമുണ്ടായിരിക്കും. അതായത് ഒരു വെസ്റ്റേൺ കൾച്ചർ, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ വെസ്റ്റേൺ കൾച്ചറും ആയിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു തരം കാവ്യ രീതിയാണ് ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം, പല വലിയ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരുടെയൊക്കെ കൃതികൾ എന്ന് പറയുന്നത് എന്താണ്? ഖണ്ഡകാവ്യങ്ങളായിരിക്കും, അല്ലെ? മഹാകാവ്യങ്ങളായിട്ട് വരത്തില്ല, ഖണ്ഡകാവ്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ പാശ്ചാത്യ ലോകവുമായുള്ള അടുപ്പത്തിന്റെ ഭാഗമായിട്ട് മലയാളത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു തരം കാവ്യമാണ് ഖണ്ഡകാവ്യം. അത്തരത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. എഴുതിയിരിക്കുന്നത് കേരള പാണിനി AR രാജരാജവർമ്മ. മധുരകാവ്യം എന്നറിയപ്പെടുന്നു. എന്ത്? മലയവിലാസം അറിയപ്പെടുന്ന മറ്റൊരു പേര് മധുരകാവ്യം. ഇനി കേരള പാണിനി എന്നറിയപ്പെടുന്നത് ഓർത്തു വയ്ക്കുക, AR രാജരാജവർമ്മ. മലയവിലാസം പ്രസിദ്ധീകരിച്ച വർഷം മധുരകാവ്യം എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം മലയവിലാസം, അല്ലെ? മധുര സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. 1895 മധുരകാവ്യം. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് വീണപ്പൂവാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവാണ്. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് എഴുതിയത് എന്നുള്ളത് നോക്കാം. പാലക്കാട്. അതായത് നമ്മൾ ഈ പാലക്കാട് തന്നെ ജൈനക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ജൈനിമീട്. അതുകൊണ്ടാണ് ജൈനിമീട് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്.
കുമാരനാശാന്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം മിതവാദിയിൽ പ്രസിദ്ധീകരിച്ച വർഷം കേരള PSC ചോദ്യമാണ് 1907. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം മലയവിലാസം, എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മ. മധുരകാവ്യം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ മധുര സാഹിത്യം എന്നൊക്കെ അറിയപ്പെടുന്നു. മലയവിലാസം പ്രസിദ്ധീകരിച്ച വർഷം 1895. എന്നാൽ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസമാണെങ്കിലും ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം വീണപൂവാണ്. വീണപൂവ് രചിച്ചിരിക്കുന്നത് പാലക്കാട് ജൈനിമേഡിൽ വെച്ചാണ്. മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത് 1907. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയാൽ നമുക്ക് വേഗത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇരുന്ന് പഠിച്ചു പോകാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം, ജർമ്മൻ മിഷനറി കൂടിയായ ഹെർമൻ ഗുണ്ടേർട്ട് അല്ലെ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതായത് മലബാർ ഭാഗത്ത് മിഷനറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ഏറ്റവും സമുന്നതനായ മിഷനറി പ്രവർത്തകനാണ് ഹെർമൻ ഗുണ്ടേർട്ട്, ജർമ്മൻകാരനാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം കേരളോൽപ്പത്തി എഴുതിയിരിക്കുന്നത് ഹെർമൻ ഗുണ്ടേർട്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ, അപ്പോൾ വ്യാകരണ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ബുക്ക് അല്ലെ, അത് മലയാള ഭാഷാ വ്യാകരണം, അത് എഴുതിയിരിക്കുന്നതും ഹെർമൻ ഗുണ്ടേർട്ടാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം, ആധികാരികമായ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാള ഭാഷാ വ്യാകരണം, ഹെർമൻ ഗുണ്ടേർട്ട്. എന്നാൽ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ വളരെ ആധികാരികമായിട്ട് കേരള പാണിനിയമാണ്, AR രാജരാജവർമ്മ. അതോടുകൂടിയാണ് അദ്ദേഹം കേരള പാണിനി എന്നുകൂടി അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയുന്നത് കേരള PSC ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ഉള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം, ഒരു വിലാപം, എഴുതിയിരിക്കുന്നത് CS സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. ഇത് SCRT പാഠപുസ്തകത്തിലുണ്ട് കേട്ടോ, PSC ബുള്ളറ്റിനിലും SCRT പാഠപുസ്തകത്തിൽ മുൻകാലത്ത് PSC ചോദിച്ചിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം, CS സുബ്രഹ്മണ്യൻ പോറ്റി. മറ്റ് വിലാപ കാവ്യങ്ങൾ SCRT 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ പലയിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് വിലാപകാവ്യങ്ങൾ എന്നുള്ളത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രിയ വിലാപം, M രാജരാജവർമ്മ. ശ്രദ്ധിക്കണം, AR രാജരാജവർമ്മ വേറെ, M രാജരാജവർമ്മ വേറെ, രണ്ടും വ്യത്യസ്ത വ്യക്തികളാണ്. അപ്പോൾ AR രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നു. M രാജരാജവർമ്മ എഴുതിയ വിലാപകാവ്യമാണ് പ്രിയ വിലാപം. ഇനി കണ്ണുനീർ തുള്ളി, നാലപ്പാട്ട് നാരായണ മേനോൻ. പ്രരോദനം, കുമാരനാശൻ. പ്രരോദനം എന്താണ്? AR രാജരാജവർമ്മയുടെ മരണത്തോടനുബന്ധിച്ച് വിഷമത്തോടു കൂടി കുമാരനാശൻ എഴുതിയ കാവ്യമാണ്, വിലാപകാവ്യമാണ് പ്രരോദനം. AR രാജരാജവർമ്മയുടെ മരണത്തിന് അനുബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി കുമാരനാശൻ എഴുതിയതാണിത്. ഓക്കെ, ഇനി തീവ്രരോദനം, പ്രരോദനം കുമാരനാശാൻ, തീവ്രരോദനം മൂലൂർ S പത്മനാഭ പണിക്കർ. ഇനി ലോകാന്തരങ്ങളിൽ എഴുതിയിരിക്കുന്നത് ബാലാമണിയമ്മ, ബാപ്പുജി, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മരണത്തോടനുബന്ധിച്ച് വളരെ വിഷമത്തോടു കൂടി എഴുതിയ കാവ്യം, വിഷമത്തോടു കൂടി വിലാപകാവ്യം, അതാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ ബാപ്പുജി. രമണൻ, ചങ്ങമ്പുഴ, രമണൻ എഴുതിയിരിക്കുന്നതും രമണനും ഒരു വിലാപകാവ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് വിലാപകാവ്യങ്ങൾ എന്നുള്ളത് SCRT 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ, അത് കുന്തലതയാണ്, 1887. രണ്ട് പ്രധാന കാര്യങ്ങൾ എപ്പോഴും കേരള PSC പ്രൊവിഷണൽ ആൻസർ കീയിലും തെറ്റിച്ചിട്ടുണ്ട്, ഫൈനൽ ആൻസർ കീയിലും തെറ്റിച്ചിട്ടുണ്ട്. എന്നാൽ കേരള PSC ഇപ്പോഴും അംഗീകരിക്കുന്ന, നമ്മൾ PSC ബുള്ളറ്റിലും പഠിക്കുന്ന ഏറ്റവും കൂടുതലും ശരിയായിട്ട് വന്നിട്ടുള്ള ചോദ്യ ഉത്തരങ്ങളാണ്. ഒന്ന്, മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുമ്പോൾ കുന്തലത 1887 എഴുതിയിരിക്കുന്നത് അപ്പു നെടുങ്ങാടി. എന്നാൽ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുമ്പോഴാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത. ഓക്കെ, ഇന്ദ അവിടെയുണ്ട്, ഇന്ദുവിലും ഉണ്ട് ഇന്ദ. കുന്തലത 1887, അപ്പു നെടുങ്ങാടി. ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇന്ദുലേഖ, എഴുതിയിരിക്കുന്നത് ചന്തുമേനോൻ, ചന്തുമേനോൻ, 1889. ഓക്കെ, മാറിപ്പോകരുത്. ആദ്യത്തെ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടി, 1887, വർഷം ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് ചോദിച്ചാൽ ഇന്ദുലേഖ, 1889, ചന്തുമേനോൻ.
മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ നോക്കാം. മാർത്താണ്ഡവർമ്മ, എഴുതിയിരിക്കുന്നത് CV രാമൻപിള്ളയാണ്. ഓക്കെ, ആദ്യ ചരിത്ര നോവൽ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അഥവാ ഡിറ്റക്റ്റീവ് നോവൽ, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഭാസ്കര മേനോൻ, എഴുതിയിരിക്കുന്നത് അപ്പൻ തമ്പുരാനാണ്. ഓക്കെ, സോ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ, എഴുതിയിരിക്കുന്നത് എന്തെന്ന് പറയും, രാമനാണ്. CV രാമൻപിള്ള. CV രാമൻപിള്ള ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ തിരുവിതാംകൂറിൽ മലയാള മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും CV രാമൻപിള്ളയുടെ പേര്. ഓക്കെ, ഇനി ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ അഥവാ അപസർപ്പക നോവൽ എന്ന് പറയുന്നത് ഭാസ്കര മേനോൻ, എഴുതിയിരിക്കുന്നത് അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ നിരൂപണം CP അച്യുതമേനോന്റെ സാഹിത്യ വിമർശനങ്ങൾ, ആ പേരിൽ തന്നെയുണ്ട്, എഴുതിയിരിക്കുന്നത് CP അച്യുതമേനോൻ. ആദ്യത്തെ നാടകം മലയാളത്തിലെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് മണിപ്രവാള ശാകുന്തളമാണ്, എഴുതിയിരിക്കുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളത്തിൽ തന്നെ മലയാള ഗദ്യത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും കേരളവർമ്മ കോയി തമ്പുരാനാണ്. മലയാളത്തിലെ ആദ്യത്തെ നാടകം മണിപ്രവാള ശാകുന്തളം, എഴുതിയിരിക്കുന്നത് കേരളവർമ്മ കോയി തമ്പുരാൻ. അദ്ദേഹം തന്നെയാണ് മലയാള ഗദ്യ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും തെറ്റിപ്പോകുന്ന, കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു കാര്യമാണ് ഒന്ന്, മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകവും രാഷ്ട്രീയ നോവലും. ആദ്യ രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് പാട്ടബാക്കി, എഴുതിയിരിക്കുന്നത് K ദാമോദരൻ. എന്നാൽ ആദ്യ രാഷ്ട്രീയ നോവൽ പാറപ്പുറമാണ്, പാറപ്പുറം, എഴുതിയിരിക്കുന്നതോ K നാരായണ കുരുക്കൾ. അപ്പോൾ ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുണ്ട്. എപ്പോഴും നമുക്ക് പാട്ടബാക്കിയെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, എന്നാൽ പാറപ്പുറത്തെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ല. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി, എഴുതിയിരിക്കുന്നത് K ദാമോദരൻ. 1937 പൊന്നാനി കാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇദ്ദേഹം രചിച്ച നാടകമാണ് പാട്ടബാക്കി. കേരളത്തിലെ കർഷക സംഘ പ്രവർത്തനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും ഈ നാടകം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് 1938 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഈ നാടകം ഒരു എന്തായിട്ട് മാറി, ഒരു പുസ്തകത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഓക്കെ, എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ, രാഷ്ട്രീയ നോവൽ എന്ന് പറയുന്നത് പൂർണ്ണമായും നാടകം ഒന്നും ആക്കിയിട്ടില്ല. ഓക്കെ, മറ്റേ നാടകമാക്കിയതിന് ശേഷം അത് പുസ്തകത്തിലേക്ക് പകർത്തി അച്ചടിച്ചിറക്കി. എന്നാൽ ഇതാണെങ്കിലോ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പൂർണ്ണമായിട്ടും ഒരു നോവലായിട്ട് തന്നെ, രാഷ്ട്രീയ നോവലായിട്ട് തന്നെ അച്ചടിച്ചിറക്കപ്പെട്ടു. പാറപ്പുറം, എഴുതിയിരിക്കുന്നത് K നാരായണ കുരുക്കൾ. ഇനി മലയാളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നാടകം മറിയാമ്മ, എഴുതിയിരിക്കുന്നത് ജസ്റ്റ് നോക്കിക്കോളാം, കൊച്ചിപ്പൻ തരകൻ. മലയാളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകം. ഓക്കെ, അതായത് ചവിട്ട് നാടകം അറിയാലോ, പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കേരളത്തിൽ രൂപപ്പെട്ട ഒരു കലാരൂപം, ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. സ്റ്റേജിൽ കയറി ചവിട്ടി അവർ നാടകം അവതരിപ്പിക്കും അല്ലെ. കാറൽമാൻ ചരിതം, എഴുതിയിരിക്കുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ്. അത് ആരാണ് എഴുതിയത് എന്നുള്ള ചോദ്യമായിട്ടില്ലെങ്കിൽ ആദ്യത്തെ ചവിട്ട് നാടകം കാറൽമാൻ ചരിതം. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ്. പോർച്ചുഗീസുകാരാണ് ഇതിന് പ്രേരണയായത്. ഇനി മലയാളത്തിലെ ആദ്യ കഥ എന്ന് പറയുന്നത്, ആദ്യത്തെ ചെറുകഥ ഷോർട്ട് സ്റ്റോറി വാസന വികൃതി, എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഓക്കെ, ഇനി മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണ്. അത് എഴുതിയിരിക്കുന്നത് പാറേമക്കൽ തോമാ കത്തനാർ. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന യാത്രാ വിവരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC കഴിഞ്ഞ LDC ആണോ ഡിഗ്രി ലെവൽ പരീക്ഷയാണോ ഓർമ്മ വരുന്നില്ല, ഈ വർത്തമാന പുസ്തകത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര് എഴുതിയതാണെന്നുള്ളത്. ഉത്തരം പാറേമക്കൽ തോമാ കത്തനാർ. എന്നാൽ വയലാർ എഴുതിയ ഒരു സഞ്ചാര സാഹിത്യ കൃതിയുണ്ട്, അത് കേരള PSC ബുള്ളറ്റിൽ വരുന്നുണ്ട്, പുരുഷാന്തരങ്ങളിലൂടെ. ആദ്യത്തെ ബാല്യസാഹിത്യ കൃതി എന്ന് പറയുന്നത് പല ഈ ബാല്യസാഹിത്യ കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഉത്തരങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ കേരള PSC ബുള്ളറ്റിൻ അംഗീകരിച്ചിരിക്കുന്നത് ബാലഭൂഷണമാണ്. 1867 ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി മലയാളത്തിൽ അച്ചടിച്ച മലയാള ലിപി ശ്രദ്ധിക്കണം കേട്ടോ, അതായത് മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം അതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയാണ് അല്ലെ. അതായത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്,
ഈ പറയുന്ന പുസ്തകം അച്ചടിച്ച് വന്നിരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിലും അതിൽ മലയാള ലിപി അച്ചടിക്കപ്പെട്ടു അല്ലെ. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യം ശ്രദ്ധിക്കണം. എഴുതിയിരിക്കുന്നത് ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ആണ്. വാൻ റീഡ് കൊച്ചിയിലേക്ക് ഡച്ച് ഗവർണർ കൂടിയായിരുന്നു വാൻ റീഡ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാള വൈദ്യന്മാർ ആരൊക്കെയാണ് നോക്കാം. ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പു ഭട്ട്, വിനായക ഭട്ട്. 3 ഭട്ടുകളുണ്ട് കേട്ടോ. ഇട്ടി അച്യുതൻ. ഓക്കെ. പക്ഷെ ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനമാകുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതി എന്ന് പറയുന്നത് കേരളാരാമമാണ്. കേരളാരാമം, അതായത് കേരളാരാമം റെഫർ ചെയ്തുകൊണ്ട് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളാരാമം എഴുതിയിരിക്കുന്നത് ഇട്ടി അച്യുതൻ, ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിരിക്കുന്നത് വാൻ റീഡ്. അതിനെ സഹായിച്ചിരിക്കുന്നത് നമ്പർ 1 ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പു ഭട്ട്, വിനായക ഭട്ട്, അതുപോലെ ജോൺ മാത്യൂസ് എന്ന ഒരു ക്രിസ്ത്യാനിയും ഉണ്ട്. ഇനി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ കേരള സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ്. കേരളരാമം എന്നറിയപ്പെട്ടിരുന്ന, അതായത് ശ്രദ്ധിക്കണം, കേരളരാമം എഴുതിയിരിക്കുന്ന ആരാണ്? ഇട്ടി അച്യുതനാണ് അല്ലെ. ആ പുസ്തകത്തെ റെഫർ ചെയ്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കേരളരാമം എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇനി മലയാളം ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. 1678 1703 കാലഘട്ടങ്ങളിൽ. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ ലാറ്റിൻ ആണ്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായ വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഒരേ ഒരു തവണ കേരള PC ചോദ്യമായിട്ടുണ്ട്. KS മണിലാൽ. ഇനി മലയാളത്തിലെ ആദ്യ ജീവചരിത്രം, അത് വിശുദ്ധ ത്രേസ്യായുടെ ചരിത്ര സംക്ഷേപം എഴുതിയിരിക്കുന്നത് മർസിനോസ് പുരോഹിതൻ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്നാൽ ആദ്യ ആത്മകഥ PSC ചോദ്യമായിരുന്നു. ആദ്യത്തെ ആത്മകഥ അദ്ദേഹത്തിന്റെ പേര് 2 രീതിയിൽ കേരള PC ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് മലയാളത്തിലെ ആദ്യ ആത്മകഥയായ ആത്മകഥാ സംക്ഷേപം എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന് തിരുവിതാംകൂറിന്റെ ചരിത്രം ആദ്യമായി തയ്യാറാക്കിയ വ്യക്തി. ഓക്കെ, ഇത് രണ്ടിനുമുള്ള ഒരേ ഒരു ഉത്തരം വൈക്കത്ത് പാച്ചുമൂത്തത്. ഇനി മലയാളത്തിലെ ആദ്യ സമഗ്രവും ആധികാരികവുമായ മലയാളം നിഘണ്ടു ശബ്ദധാരാവലി പലരുടെയും വീട്ടിലുണ്ടായിരിക്കും. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ് ശബ്ദധാരാവലി രചിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വിജ്ഞാന കോശം എന്ന് പറയുന്നത് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. ഒന്ന് നോക്കിയാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. R ഈശ്വരപിള്ള. മലയാളത്തിലെ ആദ്യ സാഹിത്യ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് മലയാള ഭാഷാ ചരിത്രം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ശ്രദ്ധിക്കാം. മലയാള ഭാഷാ ചരിത്രം എഴുതിയിരിക്കുന്നത് P ഗോവിന്ദപിള്ള. വലിയ ഇമ്പോർട്ടൻസ് അല്ല. എന്നാൽ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഒരു തവണ കേരള PC ചോദിച്ചിട്ടുണ്ട്. നൃത്തം എഴുതിയിരിക്കുന്നത് M മുകുന്ദൻ. ആദ്യ ഓഡിയോ നോവലാണെങ്കിലോ ഇതാണ് എൻ്റെ പേര്, സക്കറിയാണ്. ഇനി മുഹമ്മദിയ, അത് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വരുന്നതാണ്. മുഹമ്മദിയ, അതായത് മുഹമ്മദ് നബി അല്ലെ. മുഹമ്മദീയ കഥകളെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യമാണ് മഹാമദം. ഓക്കെ, എഴുതിയിരിക്കുന്നത് പൊൻകുന്നം സയ്യിദ്. മലയാളത്തിലെ ആദ്യത്തെ കഥാപ്രസംഗം ഏത് എന്നുള്ളത് കൂടി PSC ബുള്ളറ്റിനിൽ കാണാൻ സാധിക്കും. മാർക്കണ്ഡേയ ചരിത്രം. ഓക്കെ, ഇനി ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ, അതായത് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്നത് അവകാശികളാണ്. എഴുതിയിരിക്കുന്നത് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതോ MK മേനോനാണ്. MK മേനോൻ. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവകാശികൾ, വിലാസിനിയുടെ അവകാശികൾ. വിലാസിനി എന്ന് പറഞ്ഞാൽ പെണ്ണല്ല. MK മേനോൻ എന്ന വ്യക്തി എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തൂലികാനാമമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. SCRT 5 മുതൽ 10 വരെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരൊറ്റ ഇതിൽ കൊണ്ടുവന്ന് ഒരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ. ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് ടെലിഗ്രാമിൽ നൽകാം, ആപ്പിനുള്ളിൽ നൽകാം. താങ്ക് യു.